നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മാവ, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ് അവര് രണ്ടാളും നമ്മളെ വെറും വിഡ്ഢികളാക്കുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ല. ഇത്രയൊക്കെ അറിയായിരുന്നിട്ട് പഠിക്കില്ല എന്ന് വെച്ചാ കഷ്ടം തന്നെ. സോറി രാജു. സോറി അല്ല, ഇതിനൊക്കെ ഒരു കീറ വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അയാൾക്ക് ദക്ഷിണായിട്ട് 500 കൊടുത്തോ അത് 1000 കൊടുത്തോ? 100 കൊടുത്തുള്ളൂ. അതെന്താ 100 ഒരു തുകയല്ലേ? മാഡത്തിന് ചിലപ്പോ അത് വലിയ തുക അല്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കൊക്കെ അത് വലിയ തുക തന്നെയാ. രാജു നിർത്ത്, കുറ്റപ്പെടുത്തിയത് മതി. ഞാൻ സോറി പറഞ്ഞല്ലോ. ഇനി രാജു ആ മാല എന്റെ കഴുത്തിലോട്ടിട്ടെ. പിന്നെ ഈ മാലയ്ക്ക് എടുത്താ പൊങ്ങാത്ത വെയിറ്റ് അല്ലേ, തന്നെത്താനെ അങ്ങ് ഇട്ടാ മതി. മാഡത്തിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. രാജു കഷ്ടമുണ്ട് കേട്ടോ. ഇത്രയും നാളും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും എന്റെ മനസ്സ് മനസ്സിലാക്കാൻ രാജുവിന് കഴിഞ്ഞില്ലല്ലോ. രാജു, എന്റെ മനസ്സ് നിറയെ നീ മാത്രമേ ഉള്ളൂ. നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? മാഡം, എനിക്ക് മാഡത്തിന് ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ. പക്ഷെ മാഡത്തിന് ഒരു ഭാര്യയായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഇഷ്ടം അങ്ങനൊന്നല്ല. എനിക്കറിയായിരുന്നു രാജു ഇങ്ങനെയൊക്കെ പറയുന്നു. അതാ അന്ന് രാജുവിന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാനതെടുത്ത് മാറ്റിയത്. അല്ലെങ്കിൽ രാജു ആ DNA റിപ്പോർട്ട് എടുത്ത് എന്റെ അച്ഛന്റെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് ദീപക് ചതിയനാണെന്ന് പറയും. അപ്പൊ അച്ഛൻ എന്നെ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അതായിരുന്നില്ലേ രാജുവിന്റെ ഉദ്ദേശം? എന്നിട്ടിപ്പോ എന്തായി? DNA റിപ്പോർട്ട് നഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ഇല്ലാത്തൊരു DNA റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞ ദീപകിനെ സീമന്തത്തിന് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ദീപകിന്റെ ദിവ്യയുടെയും ഫോട്ടോ എടുക്കാന്ന് വെച്ചതാ. ആ ഐഡിയയും പൊളിഞ്ഞു. വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ പോവാ. ഞാൻ പറയുന്നത് ശേഖരനും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് സുമാന സാറേ, ഫോൺ ലൗഡ് സ്പീക്കറില. ശേഖരന് രാഷ്ട്രീയത്തിൽ താല്പര്യം കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നത് ശരിയല്ല. കേട്ടല്ലോ? കേട്ടു കേട്ടാ. ഇവനെല്ലാം കേട്ട് തലയാട്ടും. എന്നിട്ട് സമയമാകുമ്പോ കോയമ്പത്തൂരിലേക്കാണെന്ന് പറഞ്ഞു പോകും. ഇപ്പൊ വരാന്ന് പറഞ്ഞവനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ. എന്താണ് ഇത്? ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കണ്ണു മൂക്കില്ലാതെ ഓടി വന്നു. സുമന സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അമ്മാവ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മനോട് പറയാൻ വേണ്ടി വന്നതാ. നിനക്ക് കുറച്ച് കൂടുതൽ ദീപക്കെ. ഇവ മഹാനിഷേധിയായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാരും ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താടാ മോനെ, എന്തു പറ്റി? അമ്മ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം. അമ്മാവ, ഞാൻ ഈ പറയാൻ പോകുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ച ഈ ദീപകിന്റെ ഭാഗത്തെ ന്യായവും സത്യസന്ധതയും അമ്മാവന് മനസ്സിലാവും. പിന്നെ ഒരിക്കലും എന്നെ ഈ വീട്ടിൽ പുച്ഛിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. എന്തൊക്കെ ശേഖര നീ പറയുന്നേ? ഇത് നട്ടപ്രാന്തായിട്ടാ. വെയിലത്തുനിന്ന് ചൂടടിച്ചിട്ടേ തലക്കകത്തുള്ള ചൂട് താഴേക്ക് ഇറങ്ങി കാണും. നട്ടപ്രാന്ത് എനിക്കല്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എടാ ശേഖര, ദീപകിന് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. എന്നിട്ട് അവന് നട്ടപ്രാന്താണോ പാതിര പ്രാന്താണോ എന്ന് തീരുമാനിക്കാം. നീ പറയടാ. അമ്മാവ, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഈ വീട്ടിൽ വെച്ച് ഋതിക പറഞ്ഞ് അമ്മാവൻ നിശ്ചയിച്ചുറപ്പിച്ച എന്റെ ഋതികയുടെ വിവാഹം മുടങ്ങിയ ദിവസം അമ്മാവൻ ഓർമ്മയില്ലേ? അന്ന് ഋതിക നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് നുണയായിരുന്നു അമ്മാവ. നുണയോ? എന്തുണ? ദീപക്കെ, നീ വെറുതെ പുതിയ ഓരോ കഥയായിട്ടൊന്ന് ചേട്ടനെ വെറുതെ കൺഫ്യൂഷൻ എടുപ്പിക്കരുതേ. ചെറിയ അമ്മാവനൊന്ന് കുറച്ചേരം മിണ്ടാ നിൽക്കുന്നതിന് വല്ലതും വേണോ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ശരി, നീ പറയ്. അമ്മാവ, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ് അവര് രണ്ടാളും നമ്മളെ വെറും വിഡ്ഢികളാക്കുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ല. എന്റെ ഈശ്വര, സത്യമാണോ മോനെ നീ പറയുന്നേ? അതെ അമ്മേ. ആ കുട്ടികളോട്
ദീപക്കിന് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്ന രാജുവിന് ഋതികയെ കുറിച്ച് വെറുതെ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാ ദീപക്കെ? ഞാനുള്ളത് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളൂന്ന് എനിക്ക് അറിയായിരുന്നു. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചു. ദീപക്കിനിങ്ങനെ ആരെക്കുറിച്ച് അപവാദം പറയേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ സത്യസന്ധമായ രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാ ഞാൻ നെഞ്ചു വിരിച്ചെന്ന് രാജുവിന് ഋതികയ്ക്കെതിരെ സംസാരിക്കുന്നത്. ഇങ്ങനെ തെളിവെടുത്ത് നിരത്തി ദിവക്കെ ഞങ്ങളും കാണട്ടെ. കാണിക്കാം. അമ്മാവ, രാജുവിന് ആക്സിഡന്റ് സംഭവിച്ച് ഓപ്പറേഷൻ ചെയ്ത് മുകളിലേക്കോ താഴേക്കോ എന്ന് ഉറപ്പില്ലാതെ അവൻ ആശുപത്രി കിടന്നപ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഋതിക ക്ഷേത്രത്തിൽ പോയിരുന്നു. ക്ഷേത്രത്തിൽ പോയ ഋതിക രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഭാര്യ സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ നീ കൊണ്ടുവന്ന തെളിവ്? നന്നായിട്ടുണ്ട്. അതെ, അത് തന്നെയാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാമത്തെ തെളിവ്. ക്ഷേത്രത്തിൽ വെച്ച് ഋതിക രാജുവിന് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചെന്നറിയോ? എന്താണ് മോനെ അവള് പ്രാർത്ഥിച്ചത്? രാജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അവള് പറഞ്ഞത് നുണയായത് കൊണ്ടാണ് രാജുവിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് അവള് ക്ഷേത്രത്തിൽ വെച്ച് ഏറ്റുപറയുന്ന ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഇത്രയും നാളും രാജുവും ഋതികയും കൂടി നമ്മളെയൊക്കെ പൊട്ടന്മാരും പൊട്ടികളും ആക്കി. വിവാഹം കഴിഞ്ഞെന്ന് നുണ പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അയ്യോ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാ നമ്മളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഛേ, എന്ത് തെമ്മാടി തരാ അവരെ കാണിക്കുന്നേ. പ്രതാപ, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഇതിന് നിനക്കൊന്നും പറയാനില്ലേ? എന്താ യാമിനി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ശേഖര, ദീപകിനെ പരിഹസിക്കുന്നില്ലേ? വീഡിയോ കാണിക്കാൻ. എന്താമോ? എടാ, വീഡിയോ കാണിക്കാൻ. ശരി അമ്മാവ. എന്റെ രാജുവിനൊന്നും വരുത്തല്ലേ. ഇപ്പൊ പറയാം അമ്മാവ. അടുത്ത് പറയാൻ പോകുന്നതേ താലിയുടെ കാര്യം. എന്റെ ദൈവമേ, എന്റെ കഴുത്തിൽ താലി ചേർത്തി എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണേ. ഇതിങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.